ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ അഭൂതപൂർവമായ തിരക്ക്. ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിൽ വഴിപാടുകളും പ്രസാദഊട്ടും നടന്നു. ഭക്തരുടെ സൗകര്യാർത്ഥം ഇന്ന് നിർമാല്യം മുതൽ ദർശനത്തിലുള്ള പൊതുവരി ക്ഷേത്രത്തിലേക്ക് നേരെ കൊടിമരം വഴിവിട്ടു. ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ VIP സ്പെഷ്യൽ ദർശനങ്ങൾക്ക് രാവിലെ 6 മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്കുള്ള ദർശനം രാവിലെ 4:30 മുതൽ 5:30 വരെയും വൈകിട്ട് 5 മുതൽ 6 വരെയും മാത്രമാക്കി. തദ്ദേശീയർക്ക് ക്ഷേത്രത്തിൽ നിലവിൽ അനുവദിക്കപ്പെട്ട സമയത്ത് ദർശനം നടത്താം. ബാക്കിയുള്ള സമയത്ത് ക്ഷേത്ര ദർശനത്തിന് പൊതുവരി സംവിധാനം മാത്രം നടപ്പിലാക്കി. അഷ്ടമി രോഹിണി നാളിൽ 200ഓളം വിവാഹങ്ങളും നടന്നു. ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് വിവാഹ ചടങ്ങുകളുടെ സൗകര്യപ്രദമായ നടത്തിപ്പിനായി ദേവസ്വം പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി. പതിവിലും നേരത്തെ പുലർച്ചെ 4 മണി മുതൽ വിവാഹങ്ങൾ ആരംഭിച്ചു. ഇതിനായി 5 വിവാഹ മണ്ഡപങ്ങൾ സജ്ജമാക്കി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിവിധ ഘോഷയാത്രകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പിറന്നാൾ ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിലെത്തിയ 10,000 കണക്കിന് ഭക്തർക്ക് വിശേഷാൽ പ്രസാദഊട്ട് നൽകി. രസകാളൻ, ഓലൻ, അവിയൽ, എരിശ്ശേരി, പൈനാപ്പിൾ പച്ചടി, മെഴുക്കുപുരട്ടി, ശർക്കര വരട്ടി, കായവറവ്, അച്ചാർ, പുളിയിഞ്ചി, പപ്പടം, മോര് എന്നിവ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ പ്രസാദഊട്ടാണ് ഒരുക്കിയത്. രാവിലെ 9 മണിക്ക് പ്രസാദഊട്ട് ആരംഭിച്ചു. വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. രാവിലെയും ഉച്ചയ്ക്കും കാഴ്ചശീവേലിക്കും പെരുവനം കുട്ടന്മാരാർ, തിരുവല്ല രാധാകൃഷ്ണൻ എന്നിവരുടെ പ്രമാണത്തിൽ വാദ്യകലാകാരന്മാർ വിശേഷാൽ മേളമൊരുക്കി. ഉച്ചയ്ക്കും രാത്രിവിളക്കിനും വിശേഷാൽ പഞ്ചവാദ്യം ഉണ്ടായിരിക്കും. ഗുരുവായൂർ ശശിമാരാരും സംഘവും സന്ധ്യാതായമ്പകയും ഒരുക്കും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.